ഹായ് കൂട്ടുകാരെ, ഞങ്ങളിന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. നമ്മുടെ കോട്ടയം ടൗണിൽ നിന്ന് നമുക്ക് തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ആദ്യത്തെ വീഡിയോ. ഞങ്ങൾ രാവിലെ നമ്മുടെ അന്തോണിസ് പുണ്യാളച്ചൻ്റെ പള്ളിയിലോട്ട് പോകാൻ നേരത്താണ് ഇങ്ങനെ പ്ലാൻ ചെയ്തത്. കോട്ടയം ടൗണിൽ നിന്ന് നമുക്കെന്നാൽ ഇത് എന്താ പറയുക, ഫസ്റ്റ് വീഡിയോ നമുക്ക് തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചത്. എന്നിരുന്നാലും ഞാനും വൈഫും കൂടെ പെട്ടെന്ന് ബൈക്കിന് ഞങ്ങൾ കോട്ടയത്തിന് യാത്ര ചെയ്യുമായിരുന്നു. നമ്മുടെ ഇന്നത്തെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ പെട്ടെന്ന് കോട്ടയത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ, കോട്ടയം ടൗണിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാണാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പം മീൻസ് നമുക്ക് എങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പം ഇതാക്കാൻ പോകുന്നത്. ഞങ്ങളങ്ങനെ ബൈക്കിന് ഇങ്ങനെ യാത്ര തുടരുകയായിരുന്നു. ഞങ്ങൾ വന്ന റൂട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പാമ്പാടി ഭാഗത്തോട്ടുള്ള റോഡല്ല ഞങ്ങൾ വന്നേക്കുന്നത്. കിഴക്കേ റോഡ് വഴിയല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നല്ല വെയിലാണ്, ട്രാഫിക്കാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ നേരെ മണിമലയിൽ നിന്ന് കൊടുങ്ങൂര് വന്നു. അങ്ങനെ കൊടുങ്ങൂര് നമ്മൾ പള്ളിക്കത്തോട് തിരിഞ്ഞിട്ട് അങ്ങനെ അയർക്കുന്നം വന്നു. അയർക്കുന്നം വഴി നമ്മൾ നല്ല അടിപൊളി റോഡാണ്, പുതിയ ടാറിങ്, അതുപോലെ തന്നെ നല്ല തണലാണ്. ബൈക്കിനായതുകൊണ്ട് തന്നെ നമുക്ക് തണലത്തോടെ നമുക്ക് പോകാൻ പറ്റും, ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റുമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ തിരഞ്ഞെടുത്തത്. കിലോമീറ്റർ തന്നെ കുറവായിട്ട് തോന്നി, നല്ല സുഖമുള്ള യാത്രയായിരുന്നു കേട്ടോ. പിന്നെ പുതിയ ടാറിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കട്ടറൊന്നും ഇല്ലാതെ നമുക്ക് ഇതായിട്ട് പോകാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ലുലുവിൽ ആദ്യം വന്നു, ലുലു മാളിൽ ആദ്യം വന്നു. പൊതുവെ വലിയ തിരക്കൊന്നുമില്ല, നല്ല ശാന്തമായൊരു അന്തരീക്ഷമായിരുന്നു ലുലു മാളിൽ. ഞങ്ങൾ ഏറെക്കുറെ ഒരു 11:30-12 ആയപ്പോഴാണ് വന്നത് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റി. അവിടെ പ്രോഗ്രാംസ് ഒന്നും ഇല്ലായിരുന്നു, എന്നാലും ഒന്ന് കാണാൻ പറ്റി. ജസ്റ്റ് ഒരു 1 ടൈം നമുക്ക് ഇവിടെ വന്ന് ഒന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ് ലുലു മാള്. ഇപ്പോൾ കോട്ടയത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നേരത്തെ വന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഇവിടെ വന്ന് നിൽക്കുന്നത് നല്ലതായിരിക്കും. ഈവനിങ് ടൈമിൽ വന്നു കഴിഞ്ഞാലാണെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ കാണും. പിന്നെ ഇന്നലെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നാണ് പറഞ്ഞത് അവിടെ, പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അത് ഇല്ലായിരുന്നു. ഞങ്ങൾ അങ്ങനെ എല്ലാം ഒന്ന് കണ്ടിട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കണ്ടു. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട്. കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കീശ കാലിയാകാതെ പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അവിടെ കാര്യങ്ങൾ. പിന്നെ ഒരു സെക്കൻഡ് ഫ്ലോർ ഫുള്ള് ഈ കോഫി ഷോപ്സാണ്. നമുക്ക് നല്ല പല വിവിധ രീതിയിലുള്ള കോഫീസൊക്കെ നമുക്ക് അങ്ങനെ കഴിക്കാനൊക്കെ പറ്റും. അങ്ങനെ ഞങ്ങളത് കണ്ട് തിരിച്ചിറങ്ങി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഒരു ഉച്ച ആകാറായല്ലോ. അങ്ങനെ ഞങ്ങൾ കുടുംബശ്രീയുടെ ബോട്ടിലെ ഭക്ഷണം പോയി കഴിച്ചു. ചോറുണ്ടു. നല്ല ന്യായമായൊരു ഭക്ഷണമാണ് കേട്ടോ. വലിയ റേറ്റും ഇല്ല, ന്യായമായൊരു ചുരുങ്ങിയ ചിലവിലൊരു ഫുഡ് നമുക്ക് അവിടുന്ന് കഴിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ കാണുന്നതാണ് ബോട്ട്, ചെറിയ ബോട്ട്. അത് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഐഡ്രൈവ് പാർക്കിൽ ചെന്നു. ഐഡ്രൈവ് പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള വലിയൊരു ഗെയിംസും കാര്യങ്ങളൊക്കെ അവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. വാട്ടർ തീം പാർക്കാണ്. കൊള്ളാം, ചെറിയൊരു സെറ്റപ്പിൽ നല്ല രീതിയിൽ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളത് പോസ് ചെയ്ത് സൂം ചെയ്ത് അതൊക്കെ കാണാൻ സാധിക്കും. 3 മണിക്ക് ശേഷം വരുന്നതാണ് നല്ലത് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ക്ലീനിങ്ങിലായിരുന്നു അവർ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാനേ സാധിച്ചുള്ളൂ. അതുകൊണ്ട് ഇതുകൊണ്ട് 150 രൂപയാണ് എൻട്രി ഫീസ്. പിന്നെ ഓരോ ഗെയിമിനും അതിൻ്റെതായ ഫീസുണ്ട്. നല്ല രസമുള്ളൊരു പാർക്കാണ് ഐഡ്രൈവ് പാർക്ക് എന്ന് പറഞ്ഞാൽ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും പക്കലാവും. നല്ല നല്ല യാത്രാ അനുഭവങ്ങൾക്കായിട്ട് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.